ഒരു ദിവസം ഇത്തിരി രാത്രി വൈകി കോഴിക്കോട് നിന്ന് അദ്ദേഹം മഞ്ചേരിയിലേക്ക് ഇങ്ങനെ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു. അദ്ദേഹം നിങ്ങൾക്കറിയാമല്ലോ, ഈ ഒരു വണ്ടി ഭ്രാന്തനാണ്. അദ്ദേഹം വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ഈ വണ്ടി ഓടിക്കുന്നത് തന്നെ അദ്ദേഹത്തിന് ഒരു ഹരമാണ് എപ്പോഴും. വിജനമായ ഒരു നിരത്തിലൂടെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്നൊരു വൃദ്ധൻ കാറിന്റെ മുന്നിലേക്ക് ഇറങ്ങി നിന്നു. കാറിന് കൈ കാണിച്ചു. വാഹനം വൃദ്ധനെ ഇടിക്കാതിരിക്കാൻ കഷ്ടിച്ച് മമ്മൂക്ക അത് മാനേജ് ചെയ്ത് വെട്ടിച്ച് നിർത്തി. ദേഷ്യപ്പെട്ട് മമ്മൂക്ക വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. വൃദ്ധന് സമീപത്ത് അദ്ദേഹം കണ്ടത് പ്രസവവേദന അനുഭവിക്കുന്ന ഒരു യുവതിയാണ്. അവൾ തന്റെ പേരക്കുട്ടിയാണെന്നും ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കണമെന്നും വൃദ്ധൻ മമ്മൂട്ടിയോട് ആവശ്യപ്പെട്ടു. മമ്മൂട്ടി അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. മമ്മൂട്ടിയുടെ ദേഷ്യമൊക്കെ അലിഞ്ഞ് ഇല്ലാതായി. അവരെയും കയറ്റി അദ്ദേഹം ആശുപത്രിയിലെ കാറ് പറപ്പിച്ചു വിട്ടു. മഞ്ചേരി സർക്കാർ ആശുപത്രിയിൽ സമയത്ത് ഈ ഗർഭിണി എത്തിക്കാനും കഴിഞ്ഞു. വണ്ടി തിരിക്കുന്നതിനിടെ വൃദ്ധൻ മമ്മൂട്ടിയുടെ അടുത്തേക്ക് എത്തി പേര് ചോദിച്ചു. മമ്മൂട്ടി എന്ന പേര് പറഞ്ഞിട്ടും പണ്ടെവിടെയോ കണ്ട് പരിചയമുള്ള മുഖമാണെന്ന പോലെ അയാൾ ഒന്ന് ചിരിച്ചതുപോല. അയാൾക്ക് ഈ മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലായിട്ടുമില്ല. വൃദ്ധൻ മുണ്ടിന്റെ കോന്തലിൽ നിന്ന് ചുക്കിച്ചുളിഞ്ഞൊരു 2 രൂപ നോട്ടെടുത്ത് മമ്മൂട്ടി കൊടുത്തു. ഒരുപക്ഷെ രണ്ടുപേരുടെ ബസ്കൂലിയായിരിക്കും ഈ 2 രൂപ എന്നാണ് മമ്മൂട്ടിക്ക് മനസ്സിലായത്. മമ്മൂട്ടി ആദരപൂർവ്വം ആ 2 രൂപ സ്വീകരിച്ചു. കൂലിയുടെ വില കറൻസി നോട്ടിലല്ല, മറിച്ച് അത് കൊടുക്കുന്നവരുടെ മനസ്സിന്റെ തെളിച്ചത്തിലാണെന്ന് തന്നെ പഠിപ്പിച്ചത് ആ മനുഷ്യനാണെന്ന് മമ്മൂട്ടി ഓർമ്മയിൽ കുറിച്ചിട്ടുണ്ട്.